ഇനി നമ്മൾ മലപ്പുറത്തേക്ക് വന്നാൽ തവന്നൂരിൽ കെ.ടി. ജലീലിനോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് CPM സംസ്ഥാന നേതൃത്വം എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ജലീൽ വന്നാൽ മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഇക്കുറിയും തവന്നൂരിൽ കെ.ടി. ജലീൽ തന്നെ പോരിനിറങ്ങുമോ? തവന്നൂരിൽ കെ.ടി. ജലീൽ മത്സര രംഗത്തേക്ക് എത്തുന്നു എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് കുന്നംപറമ്പിലിനെ പരാജയപ്പെടുത്തിയാണ് വീണ്ടും നിയമസഭയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അരുണുണ്ട്. അരുൺ, കഴിഞ്ഞ തവണത്തെ അതായത് ആകർഷിക്കപ്പെടുന്ന നമ്മൾ ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തവന്നൂരിലെ മത്സരമൊക്കെയും. അതിനുശേഷം കെ.ടി. ജലീൽ രാഷ്ട്രീയത്തിൽ സജീവമാണോ എന്ന് ചോദിച്ചാൽ ഒന്ന് സൈഡാവുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനം കേട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിൽ വീണ്ടും കെ.ടി. ജലീൽ തന്നെ തുടരും, വീണ്ടും മത്സരത്തിനിറങ്ങുമെന്നാണോ? പക്ഷേ അതായത് മലപ്പുറം ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ ഒരു ക്ലീൻ സ്വീപ്പാണ് ലീഗിന്റെ നേതൃത്വത്തിൽ UDF ലക്ഷ്യമിടുന്നത്. അവിടെ ആവനാഴിയുടെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് CPMന്റെ ലക്ഷ്യം. അവിടെ കെ.ടി. ജലീലിനെ തവനൂരിൽ ഇറക്കുക, തവനൂരും പൊന്നാനിയും താനൂരും ഉൾപ്പെടെയുള്ള 3 മണ്ഡലങ്ങളും നിലനിർത്തുക എന്നൊരു ലക്ഷ്യമാണുള്ളത്. അതിന്റെ ആദ്യ പടിയെന്നോണം കെ.ടി. ജലീൽ മണ്ഡലത്തിൽ വരട്ടെ എന്ന് CPM സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനമെത്തിയിരിക്കുന്നു. അക്ഷയ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ.ടി. ജലീൽ തുടക്കത്തിൽ ഒരു കണ്ണത അറിയിച്ചിരുന്നില്ല. നേരത്തെ TV അൻവറുമായി ബന്ധപ്പെട്ട ഒരു വിവാദങ്ങളൊക്കെ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ജില്ലയിൽ നിലനിന്ന സമയത്താണ് ഇനി മത്സര രംഗത്തേക്കില്ല എന്ന് കെ.ടി. ജലീൽ ആദ്യമായി പറയുന്നത്. തെരഞ്ഞെടുപ്പിനോട് അടുത്ത സമയത്ത് നിലപാടൊന്ന് മയപ്പെടുത്തി പാർട്ടി ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ മത്സരിക്കും എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു ജലീലിന്റെ നിലപാടുകളിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. അതിനിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് VP സാനു, പ്രമുഖനായ യുവജന നേതാവായി VP സാനുവിന്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അത്തരം ചർച്ചകളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ജലീൽ വീണ്ടും ഒരു സന്നദ്ധത അറിയിക്കുന്നത്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറെന്ന ഒരു ഉറച്ച നിലപാടെന്ന നിലയിലൊക്കെ കെ.ടി. ജലീൽ എത്തുന്നു എന്നുള്ളതാണ്. പിന്നാലെ ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു തവനൂരിൽ പാർട്ടിക്കും സമ്മതം, ജലീലിനും സമ്മതം. അങ്ങനെയെങ്കിൽ 4ാം അംഗത്തിന് കെ.ടി. ജലീൽ ഇറങ്ങുന്നു. 2011 മുതൽ 2021 വരെ 3 തെരഞ്ഞെടുപ്പുകളിലും കെ.ടി. ജലീൽ തന്നെയാണ്. 11-ൽ VV പ്രകാശ് എന്ന കോൺഗ്രസിന്റെ ജനകീയനായ നേതാവിനെ തോൽപ്പിച്ചു തുടങ്ങിയതാണ്. 2016 ഇഫ്തിഖാറുദ്ദീനെ പരാജയപ്പെടുത്തി. കഴിഞ്ഞ തവണ ഒരു കോളിളക്കം ഉണ്ടാക്കിയ മണ്ഡലമായിരുന്നു തവനൂർ. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ കേരളത്തിന്റെ ഫോക്കസ് വന്നിരുന്ന മണ്ഡലമായിരുന്നു. ജലീലുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾക്ക് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ ഒരു ഫിറോസ് കുന്നംപറമ്പൻ എന്ന് പറഞ്ഞ ഒരു ചാരിറ്റി പ്രവർത്തകനെ രംഗത്തിറക്കിക്കൊണ്ടാണ് UDF ജലീലിനെ ഇറക്കിയത്. വലിയ രീതിയിൽ ഒരു പ്രചാരണവും അതിനും വിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനെ 2546 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജലീൽ അവിടെയും ജയിച്ചു കയറി. വീണ്ടും ജലീലിന് ഒരു അവസരം കൊടുക്കാം, മണ്ഡലം തിരിച്ചു പിടിക്കാം, മണ്ഡലം നിലനിർത്താം എന്നുള്ളത് തന്നെയാണ്. അവിടെ UDF തിരിച്ചു പിടിക്കാനുള്ള UDF മണ്ഡലം പിടിച്ചെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവിടെ നടത്തുന്നതിനിടയിൽ കൂടിയാണ് ജലീൽ രംഗത്ത് ഇറങ്ങട്ടെ എന്ന് തന്നെ CPM ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്. UDFനെ സംബന്ധിച്ച് സന്ദീപ് വാര്യരെ പോലുള്ള പേരുകൾ അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. PT അജയ് മോഹനെ പോലുള്ള പേരുകൾ അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. മണ്ഡലം പിടിച്ചെടുക്കണം എന്നൊരു വാശിയിൽ തന്നെ UDF ഉള്ളപ്പോഴാണ് ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറെന്ന ഒരു നിലപാട് CPM ഉള്ളത്. അതിന്റെ ഭാഗമായി കൂടെയാകണം ഈ ഒരു നീക്കത്തെ നമ്മൾ കാണാൻ. കെ.ടി. ജലീൽ തവനൂരിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ വീക്ഷിക്കാൻ. അക്ഷയ. ശരി, അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകുന്നു. കെ.ടി. ജലീൽ തന്നെയായിരിക്കും ഇടത് സ്ഥാനാർത്ഥിയായിട്ട് തവന്നൂരിൽ മത്സരിക്കുക എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഫിറോസ് കുന്നംപറമ്പിലുമായി കെ.ടി. ജലീലും തമ്മിലുള്ള മത്സരമൊക്കെ അത് വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നായിരുന്നു. നന്മ മരം എന്നൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ കേരളം ഏറ്റവും കൂടുതൽ കേട്ടത് ആ തെരഞ്ഞെടുപ്പിൽ, ആ ഒരു കാലഘട്ടത്തിലും ഒക്കെയായിരുന്നു. എന്നാൽ ഇത്തവണ ആരായിരിക്കും ഓപ്പോസിറ്റ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമാണ് നമുക്ക് മുൻപിലേക്ക് എത്തേണ്ടത്.